ഹായ് ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസവും ഒരു മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയിരിക്കുക, ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒക്കെ കാണുക. ഓഫർ പ്രൈസിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കാണുക. പിന്നെ ഫോട്ടോസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ 2-3 ദിവസമൊക്കെ നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിരിക്കുമ്പോഴേക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് വാട്സപ്പില് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ 11 മണിക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ ലിങ്ക് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പിലും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെയും കയറി കാണാവുന്നതാണ്. അപ്പൊ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്താൽ മതി. നല്ലൊരു അലിയ കട്ട് കുർത്തിയാണ്. അലിയ കട്ടിലും അല്ലാതെ വന്നിട്ടുള്ള എയർലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ കളക്ഷനുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് അലിയ കട്ടാണ്. ഇതിന്റെ 2 കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളർ തന്നെയാണ്, നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. വൈനും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും, അതായത് ടീൽ ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. അപ്പൊ ഇത് രണ്ടുമാണ്. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിൾ ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആണെങ്കിലും സിമ്പിൾ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കാരണം ഒരുപാട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടില്ല. നല്ലൊരു എന്താ പറയാ, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും, എന്താ പറയാ, ഒരു നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്താൽ, അതായത് ഓഫീസ് വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ പോലും യൂസ് ചെയ്യാൻ പോലും ഉപകരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാൻഡ് വർക്ക് കാര്യങ്ങളുള്ള ഉള്ള ഹാൻഡ് വർക്ക് നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ യോ പോർഷനിലും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരുന്നിട്ടുള്ള നല്ല ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ലെങ്ത് എന്ന് പറയുന്നത് 46-47 ആണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല സൂപ്പറാണ്. ബാക്ക് പോർഷൻ നോർമൽ എ ലൈനിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വേറൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു എലൈൻ പാറ്റേൺ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ, അതായത് സ്ലിറ്റ് വരുന്നത് കുറച്ചൊന്ന് താഴത്തോട്ട് വന്നിട്ടാണ് ഒരു ചെറിയൊരു സ്ലിറ്റ് വരുന്നത്. ഈ ഒരു സ്ലിറ്റ് നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇവിടെ സ്ലിറ്റ് വരുന്നത് കൊണ്ട് ഭയങ്കര വൃത്തികേടാണോ എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, കാരണം ഓൾറെഡി ഇവിടെ നമുക്ക് പ്ലീറ്റ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്ലിറ്റ് വരുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും തോന്നത്തില്ല. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് താഴത്തെ ഭാഗത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഫുൾ എയർലൈനെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അലിയ കട്ടില് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളത് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിപ്പീറ്റ് ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതല്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പെട്ടെന്ന് നമ്മള് എന്താ പറയാ, ഇത് അലിയ കട്ട് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ള, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മെസ്സേജ് ആയിട്ട് നിങ്ങൾ ചോദിക്കും ഇതിനെത്ര ലെങ്ത് ഉണ്ട്, ഇതിനെത്ര ലൈനിങ് എങ്ങനെയാണ് എന്നൊക്കെ എന്തായാലും ചോദിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മളിത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയം വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും മെനക്കെട്ടിട്ടായിരുന്നാലും പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ, അപ്പൊ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു റിപ്പീറ്റ് ആയിട്ട് പറയാതെ കാര്യം പറഞ്ഞിട്ട് പോകുന്നു എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരില് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ കേക്ക് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്,
എന്താ പറയാ ഒരുപാട് തവണ നമ്മളിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രം മനസ്സിലാക്കുന്ന ആൾക്കാർ എല്ലാം വിശദീകരിച്ച് കേട്ടിട്ടും ഓർഡർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ അത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ ഓടിച്ചോടിച്ച് കാണുന്നവരും ഉണ്ട്. എന്നിട്ട് റേറ്റ് പോലും ചിലപ്പം കേൾക്കാതെ വന്നിട്ട് ഇതിന്റെ റേറ്റ് എന്താണ്, വിശദമായിട്ട് വീഡിയോയിൽ പറഞ്ഞാലും റേറ്റ് എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ടൊക്കെ പറഞ്ഞു പോകുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോ ആ ഒരു കമന്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് റിപ്പീറ്റ്. ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ഒരു പോർഷൻ കട്ട് ചെയ്യാതെ വരുമ്പോഴും ഒക്കെയാണ് അങ്ങനെ ഒരു റിപ്പീറ്റ് ആയിട്ടൊക്കെ കയറി വരുന്നത്. ഒരുപാട് അല്ല, നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ട് വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോ ഇതാണ് ഇതിന്റെ കാര്യം. ഇതാണ് ഞാൻ സ്ലിറ്റിന്റെ കാര്യം പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ലിറ്റ് നല്ലൊരു എന്താ പറയാ, നമുക്കൊരു എയർലൈൻ പോലെ ഇത്രയും വന്നിട്ടാണ് താഴത്തെ ഭാഗത്തോട്ട് ഒരു ചെറിയ സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെയും എയർലൈൻ വേണം എന്നുള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്യാം. കാരണം കുറെ പോർഷൻ വരെയും നമുക്ക് എന്താ പറയാ ഇതായിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കുറച്ച് സ്ലിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എയർലൈൻ ആണെന്ന് എയർലൈൻ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്ലിറ്റഡ് ആയിട്ടും നമുക്ക് സ്ലിറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മൾ ഈ സ്ലിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു എയർലൈൻ പാറ്റേൺ പോലെ തന്നെ കിടക്കും. പിന്നെ നമുക്ക് ഒരു ഉപകാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയതാണ്, നമുക്കിങ്ങനെ കൂടി കിടക്കത്തില്ല, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇടാം. അങ്ങനെ ഒരു ഉപകാരം ഇതിന് എനിക്ക് തോന്നി. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത്, മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ കുർത്തിയുടെ സൈസ് എന്ന് പറയുന്നത് M2XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 655 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. 655 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. നല്ലൊരു എന്താ പറയാ പറയുകയാണെങ്കിൽ ഒരു ഡീസന്റ് വർക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു നല്ലൊരു വർക്കാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും ഒക്കെ, നമുക്കൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു പാറ്റേൺ. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത്. നല്ലൊരു പീകോക്ക് ബ്ലൂവും ടീൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതിന്റെ സെന്റർ പോർഷനിലെല്ലാം ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു ഷോളും ടോപ്പിന്റെ ഒരു വർക്ക് ഉണ്ട്, അതിന്റെ ഏതാണ്ട് അതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. നല്ല രസമുള്ള വർക്കാണ്. ഇതിന്റെ എന്റെ ഒക്കെ എത്രത്തോളം വീഡിയോയിൽ നല്ലതായിട്ട് കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ്. കളറും അതുപോലെ തന്നെയാണ്. രണ്ട് കളറും നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബോഡി പോർഷനിലെ പ്രിന്റ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ചെറിയ പോർഷനിൽ മാത്രമേ സ്ലിറ്റഡ് വരുന്നുള്ളൂ. ഇത്രയും പോർഷനിലും സ്ലിറ്റ് ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചെറിയൊരു സ്ലിറ്റ് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇവിടേക്ക് നല്ല പ്ലീറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, നല്ല ഒതുങ്ങിയ ടൈപ്പാണ്, നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. ചെറിയ പ്ലീറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബമ്മൻ ഇരിക്കത്തൊന്നുമില്ല, നല്ല ഒതുങ്ങിയ ടൈപ്പാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കുർത്തി വെയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ലുക്കാണ് വരുന്നത്. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ. M2XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 655 രൂപ, 655 മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക. അപ്പൊ നല്ലൊരു അടിപൊളി ഒരു ആലിയ കട്ടില് നല്ലൊരു റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. 699 പോലും റേറ്റ് വരുന്നില്ല, 655 മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. വേഗം പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും. അതിൽ വേഗം തന്നെ നിങ്ങളുടെ സൈസും ഇതിന്റെ സ്ക്രീൻഷോട്ടും കൂടെ വേഗം തന്നെ മെസ്സേജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു നെക്സ്റ്റ് ടൈപ്പ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി എന്താ പറയാ പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ്. എയർലൈനിലാണ് വന്നിട്ടുള്ളത്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മെറ്റൽ കളറിലുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൂപ്പർ ആണ് കേട്ടോ, റിച്ച് ഹാൻഡ് വർക്ക്. നെക്സ്റ്റ് കളർ ഇതെന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. രണ്ടിലും ഈ ഒരു ഹാൻഡ് വർക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതും നെക്ക് പോർഷനും ഒക്കെ സൂപ്പർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നേവി ബ്ലൂ കണ്ടാലോ. അപ്പൊ നേവി ബ്ലൂ ആണ് കളർ വരുന്നത്. നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ അല്ല, എന്നാലും കുറച്ചൊന്ന് വീഡിയോ കാണുന്ന കളറിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക്.
അങ്ങനെ ഒരു കളറാണ് വരുന്നത്. നല്ല സൂപ്പർ നെക്ക്, അതിലിങ്ങനെ അടിപൊളി ഹൈലൈറ്റ് ചെയ്ത് ഒരു ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഉണ്ടായിരുന്നു. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിന്റെ എൻഡ് പോർഷനിൽ ഇതിങ്ങനെ പിൻഡെക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇപ്പോഴുള്ള എല്ലാ നല്ല ഒരുവിധപ്പെട്ട എല്ലാ കുർത്തീസിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളറാണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നു. സൂപ്പർ ഒരു ഹാൻഡ് വർക്ക് കേട്ടോ. ഭയങ്കര ഒരു വരും. നമ്മൾ എപ്പോഴും ഗോൾഡൻ കളറിലെ ഹാൻഡ് വർക്കല്ലേ കൊണ്ടുവരുന്നത്. ഇതെന്ന് പറയുന്നത് എന്തൊരു മെറ്റൽ കളറിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനിയും ഭയങ്കര ഇങ്ങനെ എന്താ പറയാ ഭയങ്കര കളറായിട്ട് ഒന്നും ഫീൽ ചെയ്ത് നല്ലൊരു എന്താ പറയാ നമ്മുടെ ആന്റി ഗോൾഡിന്റെ ഇത് കൊടുക്കത്തില്ലേ, അതിന്റെ ഭംഗിയാണ് ഇതിലും വരുന്നത് കേട്ടോ. നല്ല രസമായിട്ട് കാണാനായിട്ട് സൂപ്പറാണ്. അതിൽ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയാ കണ്ടോ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. സൂപ്പർ അടിപൊളി. നല്ലൊരു നെക്ക് പാറ്റേൺ. അപ്പൊ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ കുർത്തി എറിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഒരു പാറ്റേൺ. എപ്പോഴും ഇങ്ങനെ ഗോൾഡൻ വർക്കും കാര്യങ്ങളാണ് വരുന്നത്. ഇതൊന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് ലെങ്ത് എന്ന് പറയുന്നത് ഒരു 46-47 ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. അത്യാവശ്യം ലെങ്ത് ആണോ ഉള്ളത്. ഒരുപാട് ലെങ്ത് ഒന്നും അല്ല, എങ്കിലും അത്യാവശ്യം ഇത്രയൊക്കെ ലെങ്ത് ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യാറുണ്ട്. എന്താ പറയാ ഇപ്പം എല്ലാരും ചെറിയ ബോട്ടോ ഒക്കെ അല്ലേ വെയർ ചെയ്യുന്നത്. അപ്പൊ 46-47 എന്നൊക്കെ പറയുന്നത് വലിയ ലെങ്ത് ഒന്നും അല്ല, അത്യാവശ്യം ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് M2XXL ആണ്. പ്രൈസ് വന്നിട്ട് ഇങ്ങനെ ഞെട്ടും നല്ലൊരു പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 699 മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 699 രൂപയാണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തുള്ള. അപ്പോ എന്താ പറയാ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ രണ്ടും ഓരോന്ന് പർച്ചേസ് ചെയ്യാം. കാരണം മറ്റൊന്നല്ല, രണ്ടും രണ്ട് പാറ്റേൺ ആണ്, രണ്ടും അഫോർഡബിൾ ആണ്. നമ്മള് അല്ലാതെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 750-800 പുറത്ത് നമ്മൾ എന്തായാലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ എന്തായാലും ആ ഒരു റേറ്റ് ഒക്കെ വരും. അപ്പൊ നമുക്ക് അതിന് കുറച്ച് രൂപ കൂടെ ഇട്ടാൽ മതി ഒരു അരിയാക്കട്ട് കുർത്തിയും നമുക്കൊരു ഈ ഒരു പാറ്റേണും മേടിക്കാനായിട്ട്. അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ആ അത്രയും റേറ്റ് കുറച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആരും മിസ്സാക്കരുത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക. നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിൾ ഷെയ്ഡ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ആ പർപ്പിൾ ഷെയ്ഡിലും ആ ഹാൻഡ് വർക്ക് ഭയങ്കര റിച്ച് ആയിട്ട് ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കളറാണ്. രണ്ടും നല്ല കളർ. ഈ ഒരു ഹാൻഡ് വർക്കിന് നല്ല യോജിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 3/4 സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു കളറുമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാം. ഈ ഒരു ലുക്കാണ് വരുന്നത്. നല്ല സൂപ്പർ ആണ് കേട്ടോ, അടിപൊളിയാണ്, നല്ല കളറുമാണ്. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 699 മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പൊ രണ്ടും നല്ല പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അലിയ കട്ട് ആണെങ്കിലും ശരി തന്നെ, ഈ ഒരു പാറ്റേൺ ആണെങ്കിലും നല്ല അഫോർഡബിൾ പ്രൈസിനല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു പാറ്റേൺ, നല്ലൊരു അഫോർഡബിൾ പ്രൈസിന്. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക. നിങ്ങൾക്ക് ഇന്ന് കണ്ടതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ്. അപ്പൊ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ്, അപ്പം എല്ലാവരും ഇതിനെ കുറിച്ചുള്ള കമന്റ് ഒക്കെ അയക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണോ എന്നൊക്കെ എന്തായാലും കമന്റ് അയക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ പെട്ടെന്ന് എന്താ പറയാ പോസ്റ്റ് ആണ് എല്ലാവർക്കും അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ DTDC ആയിട്ടുണ്ട്. DTDC ആണ് ഇപ്പം അയക്കുന്നത്. അപ്പൊ അത് നേരത്തെയും പറഞ്ഞ കാര്യമാണ്. ചിലപ്പം പുതുതായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ DTDC ആണ് ഇപ്പൊ അയക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പോസ്റ്റ് വേണമെങ്കിൽ പ്രത്യേകം പോസ്റ്റ് ആണെന്ന് പറയാം. മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അയച്ചിട്ടുള്ളതിൽ കുറെ ആൾക്കാർക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് പോസ്റ്റ് ചെയ്ത് നേരെ DTDC മാറിയപ്പോൾ കുറെ ആൾക്കാരുടെ നമുക്ക് ചോദിക്കാനായിട്ട് അവര് ഇൻഫോമും ചെയ്തില്ല,
ചോദിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ആണോ DTDC ആണോ. അപ്പൊ അവർക്ക് കുറെ ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് സോറി പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ പോസ്റ്റിലോട്ട് തന്നെ പോകാൻ നോക്കുന്നുണ്ട്. അതെല്ലാം DTDC ഫാസ്റ്റ് ആയിട്ട് കിട്ടും എന്നുണ്ടോന്നുണ്ടെങ്കിൽ എന്തായാലും അത് തന്നെ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതുവരെയും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് പോലും ഡിലേ വന്നു എന്നുള്ള ഒരു ഇത്. നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ഡെലിവറി എന്നാണ് കമന്റ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഞാൻ ഒരുപാട് സോറി പറയുന്നുണ്ട്. ഇനി എന്തായാലും നമ്മുടെ എന്താ പറയാ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ആണോ DTDC ആണോ എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. അപ്പൊ അടുത്ത് നല്ലൊരു കളക്ഷനും അഫോർഡബിൾ പ്രൈസുമായിട്ട് വരുന്നത് വരെ ബൈ.